ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ US സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടിയുണ്ടായാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US സൈനിക താവളങ്ങളുടെ സാന്നിധ്യവും ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവുമാണ് ഇതിന് പ്രധാന കാരണം. നിലവിൽ US സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളാണ് ഖത്തറും ബഹ്റൈനും സൗദിയും കുവൈത്തും UAEയും. ഇവയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്. US എയർഫോഴ്സ് സെൻട്രൽ കമാൻഡിൻ്റെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത്. മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിലെ NSA നാവിക താവളമാണ് USൻ്റെ മറ്റൊരു സൈനിക കേന്ദ്രം. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ പ്രവർത്തിക്കുന്ന US സൈനിക താവളം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള പ്രത്യേക കേന്ദ്രമാണ്. ഇവിടെ ആസ്ഥാനമാക്കിയാണ് 2 ഗൾഫ് യുദ്ധങ്ങളിലും US സേന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. കുവൈത്തിൽ ആരിഫ് ജാൻ അലി സാലിം എയർബേസ് എന്നീ 2 US സൈനിക താവളങ്ങളാണ് ഉള്ളത്. ഇവയിൽ മേഖലയിലെ ഏറ്റവും വലിയ US സൈനിക ചരക്ക് നീക്ക കേന്ദ്രമാണ് ആരിഫ് ജാൻ ക്യാമ്പ്. അലി സാലിം എയർബേസ് കേന്ദ്രീകരിച്ചാണ് മേഖലയിലെ US വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. UAEയിലെ അൽദഫ്ര എയർബേസാണ് ഗൾഫിലെ മറ്റൊരു US സൈനിക താവളം. US എയർക്രാഫ്റ്റുകളുടെ നിരീക്ഷണം, ഇന്ധനം നിറയ്ക്കൽ എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ താവളം പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്ക കൂടി പങ്കുചേരുന്ന സാഹചര്യമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഈ സൈനിക കേന്ദ്രങ്ങളെയാകും ഇറാൻ ലക്ഷ്യമാക്കുക. കുവൈത്ത് UAE ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാഷ്ട്രങ്ങളുടെയും തൊട്ടുചേർന്നാണ് ഇറാനിലെ ബുഷാരി ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനുമായി അതിർത്തി പങ്കിടുകയും തൊട്ടുചേർന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെയാകും നേരിട്ട് ബാധിക്കുക. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമുസ് ചരക്കുപാത ഇറാൻ അടച്ചുപൂട്ടുന്നതിനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നിൽ കാണുന്നുണ്ട്. ഇത് എണ്ണവില കുതിച്ചുയരുവാനും മേഖലയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുവാനും കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.